അച്ഛൻ. എല്ലാ മക്കളും അമ്മമാരും അറിയണം അച്ഛനെക്കുറിച്ച്. അച്ഛൻ. അച്ഛൻ്റെ ശബ്ദം ഇഷ്ടമല്ല, അച്ഛൻ്റെ വാശി ഇഷ്ടമല്ല, അച്ഛൻ്റെ നോട്ടം ഒട്ടുമേ ഇഷ്ടമല്ല, അച്ഛൻ്റെ ഉപദേശം അതും ഇഷ്ടമല്ല, അച്ഛൻ്റെ ഇടപെടലുകൾ അതും ഇഷ്ടമല്ല. അങ്ങനെ ഒരുപാട് ഇഷ്ടമില്ലായ്മകളാണ്, ശല്യമാണ് അച്ഛൻ. കഴിഞ്ഞപ്പോൾ മുതൽ സ്വന്തം കുടുംബത്തിൻ്റെ ഭാരമേറ്റെടുത്തതാണ് അയാൾ. പുതുജീവിതത്തോടെ സ്വന്തമായി ഉണ്ടായിരുന്ന ഒരുപാട് ഇഷ്ടങ്ങൾക്ക് ഗുഡ് ബൈ പറഞ്ഞവനാണ് അച്ഛൻ. പുതുജീവിതത്തോടനുബന്ധിച്ച് അമ്മ, ഭാര്യ, സഹോദരി, സഹോദരന്മാർ, അമ്മാവൻ, അമ്മായി എന്നിവർക്കിടയിലെ പടലപ്പിണക്കങ്ങൾക്കിടയിലും ഒളിയമ്പുകൾക്കിടയിലും വീർപ്പടക്കിക്കഴിഞ്ഞവൻ അച്ഛൻ. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിനായി, ഐക്യത്തിനായി, സമാധാനത്തിനായി ഒരുപാട് അനിഷ്ടങ്ങളെ പുറമേ പ്രകടിപ്പിക്കാതെ മനസ്സിലൊതുക്കി കഴിയുന്നവൻ അച്ഛൻ. പല ജോലികൾ, പല വേഷങ്ങൾ, പല സ്ഥലങ്ങൾ. വിവാഹം കഴിഞ്ഞതോടെ വർഷങ്ങളോളം ജീവിതം ബുദ്ധിമുട്ടി. സ്വന്തം കുടുംബത്തിനായി ചെറുതാണെങ്കിലും ഒരു വീട് വയ്ക്കുവാൻ പെട്ട പാടുകൾ. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സ്പെഷ്യൽ ട്യൂഷനും. മക്കളെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും മോഹങ്ങളും. എന്നിട്ടും അയാൾ തിരക്കിലേക്കും ജീവിത കഷ്ടപ്പാടിലും വഴുതിപ്പോയി. ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അയാൾ വീടിനുള്ളിൽ തനിച്ചായി. മക്കളുടെ മുന്നിൽ ഒരധികപ്പറ്റാണെന്ന് അയാൾക്ക് തോന്നി തുടങ്ങി. കാരണം മക്കളെല്ലാം പങ്കുവയ്ക്കുന്നത് അവരുടെ അമ്മയോടാണ്. ഇതെല്ലാം കാണുന്ന അയാൾക്കുള്ളിലെ പിതാവെന്നും ഒരു തോൽവിയായി മാറി. സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച് കുടുംബത്തിനു വേണ്ടി ജീവിച്ച ആ മനുഷ്യനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നായിരുന്നു യഥാർത്ഥ പ്രശ്നം. ഇതൊരാളുടെ മാത്രം പ്രശ്നമല്ല. നമ്മുടെ ചുറ്റും കാണാം ലക്ഷക്കണക്കിന് അച്ഛന്മാർ ഇങ്ങനെ. മാതാവിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവരും വാഴ്ത്തിപ്പാടും. ഇതിനിടയ്ക്ക് പിതാവിനെ മറക്കും. പലപ്പോഴും കരയുന്ന അമ്മമാരെയും മക്കൾ കാണും. പക്ഷേ കരയുന്ന പിതാവിനെ മക്കൾ കാണാറില്ല, കാണില്ല. പത്തു മാസം നൊന്തുപെറ്റ അമ്മയുടെ കഥ എത്രയോ വട്ടം മക്കൾ പറഞ്ഞു കാണും, കേട്ടുകാണും, അറിഞ്ഞു കാണും. ഭാര്യയുടെ ഗർഭകാലത്ത് പിറക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായി പഴവർഗ്ഗങ്ങൾ, പോഷകാഹാരങ്ങൾ, ചെക്കപ്പുകൾ, പീഡിയാട്രിഷ്യൻ എന്നിവയ്ക്കായി നെട്ടോട്ടമോടിയ അച്ഛനെ മക്കൾ ഓർക്കില്ല. പ്രസവാശുപത്രിയിൽ കൊടും മഴയത്ത് ആശുപത്രി പരിസരത്ത് കൊതുക് കടിയേറ്റ് കുത്തിയിരുന്ന അച്ഛൻ്റെ സഹനം ത്യാഗമായി ഒരു മക്കളും കരുതാറില്ല. രാത്രിയെ പകലാക്കി മാറ്റി പണിയെടുത്ത കഥ ഒരിക്കൽ പോലും പറയാത്ത, അറിയിക്കാത്ത അച്ഛൻ. പണ്ടുണ്ടായ കഷ്ടപ്പാടുകൾ, പറമ്പിലെ പണി, പാടത്തെ പണി എന്നിവ പറഞ്ഞാൽ പഴംപുരാണം തള്ളുന്നു എന്ന കളിയാക്കലും. അമ്മ എന്ന പുഴയെ ധ്യാനിക്കുമ്പോൾ അച്ഛൻ എന്ന കടലിനെ മറന്നുപോകുന്നു പലപ്പോഴും. അച്ഛന് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. പ്രകടിപ്പിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് പൊതുവെ വിചാരങ്ങൾ. മക്കളെ ഉപദേശിക്കാനൊരുമ്പെട്ടാൽ നിങ്ങളുടെ കാലമല്ല ഇത് എന്നുപദേശിക്കുന്ന അമ്മമാരുടെ മുന്നിൽ അന്തം വിട്ടിരിക്കുന്ന അച്ഛൻ. അതൊക്കെ തന്നെയാണ് ചില അച്ഛന്മാർ വീട്ടിൽ പോലും
അന്യരാകുന്നത്. അടച്ചിട്ട മുറികൾക്കുള്ളിൽ ടിക്ടോക്കും പബ്ജിയും ചാറ്റും ഗെയിമുകളും TV സീരിയലുകളും തകർത്താടുമ്പോൾ വാർത്താ ചാനലുകൾ പോലും അന്യമാകുന്നൊരച്ഛൻ. നിങ്ങൾ മക്കൾ തർക്കുത്തരം പറയുമ്പോഴും അവഗണിക്കുമ്പോഴും അച്ഛൻ്റെ മുഖത്തേക്കും കണ്ണുകളിലേക്കും ഒന്ന് നോക്കണം. കടലോളം ദുഃഖം ഒളിപ്പിച്ചു വെച്ച് അഭിമാനത്തോടെ തല ഉയർത്തി നടക്കുന്ന ഓരോ പിതാവിൻ്റെയും മഹത്വവും സഹനവും വേദനയും നൊമ്പരവും അറിയണമെങ്കിൽ ഓരോ പുത്രന്മാരും അവനൊരച്ഛനാകുമ്പോൾ മാത്രം അറിയാം. കടപ്പാട് സോഷ്യൽ മീഡിയ. ശബ്ദം അനീഷ് പുലിയൂർ.